ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് 6ാം ദിനം പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മാർച്ച് 3-നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. തലസ്ഥാന നഗരി അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറുന്നതായിരിക്കും ആ ദിവസം നമുക്ക് കാണാൻ കഴിയുക. പൊങ്കാലയോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നു എന്നുള്ളതാണ് ക്ഷേത്രം ട്രസ്റ്റ് അറിയിക്കുന്നത്. എന്നോടൊപ്പം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് വി ശോഭ ചേരുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങൾ? പൊങ്കാലയ്ക്കിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു. പൊങ്കാലയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി. ഇപ്പോൾ തന്നെ 6ാം ഉത്സവ ദിവസം വരെ വളരെ ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നത്. ഒരു തടസ്സവുമില്ലാതെയാണ് എല്ലാ കാര്യങ്ങളും. ക്ഷേത്ര ദർശനമായാലും എല്ലാം വളരെ നല്ല രീതിയിലാണ്. ഇനിയിപ്പോൾ വളരെ 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊങ്കാല ദിവസം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തിരക്ക് എങ്ങനെ ക്രമീകരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അവർക്ക് തലേ ദിവസം വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ സ്ഥിരമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. പിന്നെ കൂടുതൽ അവർക്ക് കുളിക്കുന്നതിനുള്ള ഷവറും മറ്റും ഒരുപാട് അഡീഷണലായിട്ട് ടെമ്പററി ആയിട്ട് പലയിടത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ബയോ ടോയ്ലറ്റ് വയ്ക്കാറുണ്ട് തലേ ദിവസം. എന്നുവെച്ചാൽ ഈ ഞങ്ങളുടെ പാർക്കിംഗ് ഇവിടെ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള എല്ലാ സ്ഥലത്തും അടുപ്പ് കൂട്ടി സ്ത്രീകൾ 2 ദിവസം മുമ്പേ വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം. പിന്നെ മുഖ്യമായിട്ടും വരുന്നത് ഈ പൊങ്കാല ദിവസത്തെ നട അടച്ചിടുന്ന ഒരു കാര്യമാണ്. മാർച്ച് 3-ന് 3:10 മുതൽ 7 വരെ നട അടച്ചിരിക്കും, ചന്ദ്രഗ്രഹണമായതിനാൽ. അപ്പോൾ ആ സമയം ദർശനം ഉണ്ടാവില്ല. അപ്പോൾ ഭക്തജനങ്ങൾ ആ സമയം ക്ഷേത്രത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. 7 മണിക്ക് ശേഷം വീണ്ടും ദർശന സൗകര്യം ഉണ്ടാകും. ഈ താലപ്പൊലി കുട്ടികൾ 1:30 മുമ്പേ വന്ന് ചടങ്ങ് പൂർത്തിയാക്കി പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം ഈ 2:15-ന് നിവേദ്യമുണ്ട്. ആ സമയത്തും അമ്പലത്തിനകത്ത് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നട തുറന്നിരുന്നാലും അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല. താലപ്പൊലി കുട്ടികൾ അമ്പലത്തിനകത്ത് ദേവിയെ കണ്ടിട്ടാണ് ഈ താലം പൊലിച്ച് പോകുന്നത്. പിന്നെ വരുന്ന ബാക്കി ദീപാരാധനയൊക്കെ ഉള്ളതുകൊണ്ട് 1:30 മുമ്പേ താലപ്പൊലി കുട്ടികൾ ക്ഷേത്രത്തിലെത്തണം. അതുപോലെ ഒരു കുട്ടിയുടെ കൂടെ 2 പേരെയാണ് ആ ക്യൂവിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിനകത്ത് അല്ലാത്ത ക്യൂ ഉണ്ടാകും, ഭക്തജനങ്ങളുടെ ക്യൂ ഉണ്ടാകും. ഇത് വേറൊരു ക്യൂ ആയിട്ടാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നത്. അപ്പോൾ ഇത് തിരക്ക് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. എല്ലാ ക്രമീകരണവും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറവായിട്ടൊന്നും വന്നിട്ടില്ല. പൊങ്കാല ദിവസം പൊങ്കാല ഇടാനായി എത്തുന്നതിന് പുറമെ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വലിയ തിരക്ക് അനുഭവപ്പെടുക അത് സാധാരണഗതിയിൽ എല്ലാ കൊല്ലവും നമ്മൾ കാണുന്നതാണ്. ഇത്തവണ ചന്ദ്രഗ്രഹണം കാരണം ചില സമയങ്ങളിൽ നിയന്ത്രണം കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തലേന്ന് ഒരുപക്ഷെ ഇപ്പോൾ രാത്രി 1 മണിക്ക് നടയടയ്ക്കുന്നതിന് പകരം 2 മണി വരെ 2:30 മണി വരെ ദർശനം, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആലോചനകൾ നടന്നിട്ടുള്ളൂ? സാധാരണ നിലയിൽ എപ്പോഴും 2 മണി വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം ഉള്ളത് കാരണം ആ ദിവസം തൊഴാൻ സാധിക്കാത്തവർ തലേ ദിവസം വന്ന് തൊഴുകയാണെങ്കിൽ ഒരു 2:30 വരെയൊക്കെ എന്തായാലും ഞങ്ങളത് ദീർഘിപ്പിക്കാനായിട്ടുള്ള ഒരു ചിന്തയിലാണ്. പിന്നെ കൂടുതലാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളും പിറ്റേ ദിവസത്തെ വളരെ ടൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കും അത് പിന്നെ നമ്മളിപ്പോൾ ദേവിയുടെ കാര്യത്തിലായാലും നട അടയ്ക്കണതിനൊരു കൃത്യത വേണം. ഒരു നിശ്ചിത സമയം നട അടച്ചിരിക്കണം എന്നുണ്ട്. എങ്കിലും 2:30 വരെയൊക്കെ എന്തായാലും ദർശനത്തിനുള്ള സൗകര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കൊല്ലവും വലിയ തിരക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ദിവസം എന്ന് പറയുമ്പോൾ. അത് ക്ഷേത്രത്തിൽ മാത്രമല്ല, എല്ലാ തലസ്ഥാന നഗരിയിലെ എല്ലാ ഇടങ്ങളിലും അതുതന്നെയാണ് നമുക്ക് പ്രകടമാവുകയും ചെയ്യുന്നത്. ഇത്തവണ ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് ഭക്തരെയാണെന്നറിയാം. എന്നാലും ഒരു എക്സാക്റ്റ് കണക്കോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷയായിട്ടുണ്ടോ? അങ്ങനെ ഒരു കൃത്യം കണക്കല്ല. എന്തായാലും കഴിഞ്ഞ ഓണത്തേക്കാളും ഇപ്പോൾ ഒരുപാട് പേര് വീട്ടിലിടുന്നുണ്ട്. എങ്കിലും ഒരുപാട് പേരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ട് പോകണം. എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അത് അടുത്ത വർഷം ആകുമ്പോൾ എന്തായാലും വന്ന് ഇട്ട് പോകണം. എത്രയോ ദൂരത്ത് നിന്ന് പല നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, പല രാജ്യത്തു നിന്ന് വന്ന് ഓരോ സ്ഥലത്ത് വിദേശത്തു നിന്ന് ഇതിനു വേണ്ടി വരുന്നവരുണ്ട്. പിന്നെ ചെന്നൈ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ ഇവരുടെ തന്നെ ഈ
പൊങ്കാല എല്ലാ വർഷവും ഇടുന്ന ഒരു കൂട്ടായ്മയാണ് സ്ത്രീകളുടെ. കാരണം അവർ അടുത്ത വർഷം കാണാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഗ്രൂപ്പുകൾ പലതാണ്. ഈ പൊങ്കാലയ്ക്ക് കണ്ടവരുടെ ഗ്രൂപ്പ്, അങ്ങനെയുള്ള സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിലേറെ കൂടുതൽ ആൾക്കാർ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പൊങ്കാല ഇടുന്ന ഏരിയ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന് അടുത്തും ചുറ്റുമുള്ള വീടുകളിലും മാത്രം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് വളരെ കൂടെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളും കണ്ടു, കവടിയാറ് ഭാഗങ്ങളിലൊക്കെ പേപ്പർ നമ്പറൊക്കെ ഒട്ടിച്ച് അവർ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന. പിന്നെ പട്ടമൊക്കെ കഴിഞ്ഞ് വളരെ കൂടുതലായി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പം ഏരിയ വലുതാവും തോറും എണ്ണവും ഇത് നമ്മുടെ എണ്ണം എന്ന് പറയുന്നത് ഈ ഏരിയയിൽ മാത്രം ഉള്ളതല്ല. ഒരു സമയം എല്ലാവരും ഒരു ഇവൻറ്റിന് പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അത് എവിടെ നിന്നാണെന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്പറാണ് നോക്കേണ്ടത്. നമ്മുടെ ഈ ഏരിയയ്ക്ക് അപ്പുറം എല്ലാ പട്ടമായാലും ഏത് സ്ഥലത്തായാലും അവർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എണ്ണമാണ് ഞങ്ങൾ കണക്കിലെടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എണ്ണമായിട്ട് പറയാനില്ലെങ്കിലും എന്തായാലും കൂടുതലായിരിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലടക്കം യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിലടക്കം എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യമായി എടുത്തിരുന്നു. അതൊക്കെ തന്നെയും നടപ്പിലാക്കാൻ, പ്രാവർത്തികമാക്കാൻ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നഗരസഭയുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം എല്ലാ സർക്കാർ വകുപ്പുകളുടെയും. അപ്പോൾ അവരുടെ അവസാനവട്ട ഏകോപനവും ക്രമീകരണവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ട്രസ്റ്റുമായിട്ടുള്ള? അതെ, ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കഴിഞ്ഞു. പൊങ്കാല മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ അതുപോലെ മറ്റ് വകുപ്പ് അതിൻ്റെ പ്രവൃത്തികൾ അതും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പൂർത്തിയായിട്ടുള്ളത്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവലോകനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. 15 ദിവസമായി നഗരത്തിൽ പലയിടത്തും കുടിവെള്ളമില്ലാതിരിക്കുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഈ മണക്കാട്, ആറ്റുകാൽ ഭാഗങ്ങളിലൊക്കെ തന്നെയും സ്ഥിതി മോശമല്ല എന്നുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മതിയായ രീതിയിൽ കുടിവെള്ളം ഇവിടെ ലഭ്യമാകുന്നുണ്ടോ? അത് ഇപ്പോൾ 2 ദിവസമായിട്ട് ഈ ആറ്റുകാൽ പ്രദേശത്ത് മുഴുവൻ സമയവും കുടിവെള്ളം ലഭിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ രാത്രിയിൽ കിട്ടാതെ വരുമായിരുന്നു. നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലാണെങ്കിൽ പോലും നമുക്കറിയാം ബന്ധു വീടുകളിൽ നിന്നടക്കം ഒരുപാട് പേർ പൊങ്കാലയ്ക്കും മറ്റുമായി എത്തുന്നതാണ്. അപ്പോൾ ഈ കുടിവെള്ളം എന്ന് പറയുമ്പോൾ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. അപ്പോൾ അത് കൃത്യമായി ലഭ്യമായില്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ ഇപ്പം ഞങ്ങൾ അവലോകനത്തിൽ ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും അങ്ങനെ ഒരു കുറവ് വന്നാൽ അവർ അതിന് വേണ്ടിയിട്ട് ടാങ്കറിലൊക്കെ വെള്ളം എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ രീതിയിൽ ഈ ഉത്സവത്തിനോട് ചേർന്നുള്ള കാര്യങ്ങൾക്ക് ആ ഒരു നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. എന്തായാലും ആറ്റുകാൽ ഏരിയയിൽ ഇപ്പം മുഴുവൻ സമയവും കുടിവെള്ളം ലഭിക്കുന്നുണ്ട്. തീർച്ചയായും പൊങ്കാലയുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് വി ശോഭ അറിയിക്കുന്നത്. മാർച്ച് 3-നാണ് ചരിത്രപ്രസിദ്ധമായ പൊങ്കാല. അക്ഷരാർത്ഥത്തിൽ അനന്തപുരി അതിനായി ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വരുന്ന വഴികളിലൊക്കെ തന്നെയും കമാനങ്ങളൊക്കെ ഉയർത്തി ആറ്റുകാലമ്മയുടെ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് പൂജകളും മറ്റും നടത്തുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഏതായാലും മറ്റൊരു പൊങ്കാലയ്ക്ക് കൂടി അനന്തപുരി സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൻ്റെ പ്രീതിയിൽ തന്നെയാണ് ഭക്തരുള്ളത് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ആറ്റുകാലിൽ നിന്ന് സായി സൂര്യയ്ക്കൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.